സുഹൃത്തുക്കളെ, സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് രോഗം വരാനുള്ള സാധ്യത വളരെയധികം കുറക്കാൻ പറ്റും. ഈ ഒരു കാര്യം നിങ്ങൾ കേൾക്കുക. ഒരുപാട് രോഗികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അവർ ചെയ്തു, അതുകൊണ്ട് അവർക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുകയും ചെയ്തു. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇതുവരെ കേട്ട കാര്യങ്ങളും പറയാൻ പോകുന്ന കാര്യങ്ങളും ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. ശരിയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കുക. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കണം. പറയാൻ പോകുന്ന കാര്യങ്ങൾ, രോഗം വരാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾ ചെയ്യേണ്ട ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ആർത്തവ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആർത്തവ സമയം ആയിക്കഴിഞ്ഞാൽ ഈ ഒരു 3 ദിവസം, ഫസ്റ്റത്തെ 3 ദിവസം ഫുൾ റെസ്റ്റ് എടുക്കുക. വീട്ടിലെ ജോലികളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഫുൾ റെസ്റ്റ് എടുക്കുക. മാത്രമല്ല 3 ദിവസം ശരീരം തണുക്കുകയും ചെയ്യരുത്. ശരീരം തണുക്കാതെ 3 ദിവസം ഫുൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് എല്ലാ മതത്തിലും അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിൽ ഹിന്ദു കുട്ടികൾ ചെയ്യുന്നത് ഈ ആർത്തവ സമയമായി കഴിഞ്ഞാൽ മാറി നിൽക്കുക ചെയ്യുക. ഫുൾ റെസ്റ്റ് തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാത്രം തൊടാൻ പാടില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, ഒന്നും ചെയ്യേണ്ട. അവർ റെസ്റ്റ് എടുത്താൽ മതി. അതിലൊരു ശാസ്ത്രീയമായൊരു സത്യമുണ്ട് അതിൽ. അതുപോലെ ഇസ്ലാം മതത്തിൽ മുസ്ലിങ്ങൾക്കാണെങ്കിൽ നിസ്കരിക്കണ്ട, ഒളു എടുക്കണ്ട. ഇതൊക്കെ പറയാൻ കാരണം വെറുതെ അങ്ങോട്ട് പറഞ്ഞതല്ല. ഒളു എടുക്കണ്ട എന്ന് പറയാൻ കാരണം, ഒരു ഒളു എടുത്തു കഴിഞ്ഞാൽ ഒരു കുളിക്ക് സമമാണ്. കുളിച്ചു കഴിഞ്ഞാൽ ശരീരം തണുക്കും. ശരീരം തണുത്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഈ ആർത്തവ സമയത്ത് ശരീരം വല്ലാതെ ചൂട് കൂട്ടും ശരീരം. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചൂടാകുമ്പോഴാണ് ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ശരിക്കും നടക്കുക. അങ്ങനെയാണ് ശരിക്കുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാവുക. ഇപ്പോൾ ചില സ്ത്രീകളൊക്കെ വന്നിട്ട് പറയും, ഫസ്റ്റത്തെ ഒരു ദിവസം ശരിക്കൊന്നും ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല, പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാകും. അത് ഒരുപാട് വരുന്ന എല്ലാവർക്കും പ്രശ്നമാണ് ഇത്. ആർത്തവ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. പക്ഷേ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നോർമൽ ലെവലിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് 3 ദിവസം, ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും ശരീരം തണുക്കാതെ ഫുൾ റെസ്റ്റ് എടുക്കുക. തണുക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രയാസമാണ് കുളിക്കാതെ എങ്ങനെ. കാരണം സാധാരണ ഒരു നേരം കുളിക്കുന്നവർ ഈ ആർത്തവ സമയമായി കഴിഞ്ഞാൽ 2-3 നേരം കുളിക്കാൻ ശ്രമിക്കും. കാരണം ശരീരത്തിൻ്റെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമ്മുടെ ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതും ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം 2-3 നേരം കുളിക്കണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഈ സമയത്ത് പുറത്തേക്ക് പോകുന്ന ബ്ലഡ് പുറത്തേക്ക് പോവാതിരിക്കും. മാത്രമല്ല അത് തിരിച്ച് യൂട്രസിലേക്ക് തിരിച്ചു കയറി അവിടെ ഗർഭാശയ മുഴകൾ ഒരു മാസം കുറച്ച് വരും, അടുത്ത മാസം കുറച്ചും കൂടെ വരും. അങ്ങനെ വന്ന് അത് വലിയൊരു മുഴയായിട്ടൊക്കെ മാറും. മാത്രമല്ല ഈ ശരിക്കും ഈ ബ്ലഡ് പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ അത് കാരണം ഉണ്ടാകുന്നുണ്ട്. ജോയിൻറ്റ് പെയിനുകൾ, തൈറോയിഡ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. തൈറോയിഡ് ഈ ഉണ്ടാവാനുള്ളൊരു കാരണം അതാണ്. അതുപോലെ എല്ലാ രോഗങ്ങളും, ഒരു രോഗം എന്ന് പ്രത്യേകം പറയണ്ട, എല്ലാ രോഗത്തിൻ്റെയും ഒരു കാരണം ഇതാണ്. മാത്രമല്ല ഇതിന് പണ്ട് ഈ ആർത്തവ സമയത്ത് കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പണ്ട് ഇതിനൊരു പേര് തന്നെ ഉണ്ടായിരുന്നു. ആർത്തവം എന്ന് ഇപ്പോഴല്ല, ആർത്തവം എന്ന് പറയുന്നത് പണ്ട് ഇതിൻ്റെ പേര് കുളി തെറ്റി എന്നായിരുന്നു.